എന്തെങ്കിലും ആലോചിക്കണേ? ആരവിന്റെ കാര്യം വലിയ കഷ്ടം. ഞാൻ പലപ്പോഴും അവനെ കുറിച്ച് ചിന്തിക്കും. അവന്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും? നിങ്ങൾ ആരെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ? ആരവിനെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കോടതി അവനെ വെറുതെ വിടണം. എന്നാലേ അവന് നല്ലൊരു ഭാവി ഉണ്ടാവൂ. പോലീസിനെ കണ്ണുവെട്ടിച്ച് നടക്കുന്ന ഒരു പ്രതിയെ കോടതി വെറുതെ വിടുവോ? ആരവ് പ്രതിയാണെന്ന് പോലീസല്ലേ പറയുന്നേ? പോലീസ് കുറ്റക്കാരാക്കി എത്രയോ പ്രതികളെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. പാവ ആരവ്. അവന് ഈ കേസിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഊരിയെടുക്കണം. എല്ലാം അതിന്റേതായ സമയത്ത് നടക്കും. ഇപ്പൊ അവന്റെ സമയം നല്ലതായിരിക്കില്ല. ആരോ കത്തി എറിഞ്ഞതാ. ആരോ പിടിച്ചില്ലായിരുന്നു ഇവിടെ മുഖത്ത് കൊണ്ടേനെ. ആരാ എറിഞ്ഞത്? അതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. നമുക്ക് ആദ്യം ഇവനെ കൊണ്ട് റൂമിലേക്ക് പോവാം. കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. വേദന ഉണ്ടോടാ? കുഴപ്പമില്ല. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരാവോ? ശരിക്കും ആ സമയത്ത് എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആ കത്തി വൃന്ദയ്ക്ക് നേരെയാ വന്നത്. ആരാ വൃന്ദയ്ക്ക് നേരെ കത്തി എറിഞ്ഞത്? വൃന്ദയ്ക്ക് നേരെ മാത്രമല്ല, നിങ്ങൾ 5 പേരെയും ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ആ കത്തി വന്നത്. അവിടെ ഒളിച്ചു നിന്ന് നമുക്ക് നേരെ കത്തി എറിഞ്ഞത് ആരാണെന്ന് നീ കണ്ടോ? എറിഞ്ഞ ആളെ ഞാൻ കണ്ടില്ല. കത്തി മാത്രം ഞാനപ്പോ കണ്ടേ. നമ്മളെ കടാര എറിഞ്ഞ് ആക്രമിക്കാനുള്ള പ്രതികാരം ആർക്കാ ഉള്ളത്? അത് രുദ്രനാ ഉള്ളത്. രുദ്രനാണല്ലോ നമ്മൾ പഞ്ഞിക്കിട്ടത്. അതിന്റെ പ്രതികാരം ചെയ്യാൻ രുദ്രൻ ആരെങ്കിലും അയച്ചതായിക്കൂടെ? നിന്റെ ആ സംശയം തള്ളിക്കളയാനാവില്ല. അലീനയ്ക്കും ഫ്രണ്ട്സിനും നമ്മളോടുള്ളതിനേക്കാൾ പക രുദ്രൻ നമ്മളോടുണ്ടാവും. പക മൂത്താൽ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനവൻ. അവനെ നമ്മൾ താക്കീത് ചെയ്തതല്ലേ? എന്നിട്ടും അവൻ പ്രതികാരത്തിന് ശ്രമിച്ചിരിക്കാം. രുദ്രനാണ് ഇതിന് പിന്നിലെങ്കിൽ അവന്റെ ആളുകൾക്ക് ഇതിനകത്ത് കയറാൻ ആരാ സഹായം ചെയ്തത്? സഹായം ചെയ്ത അലീന ആയിക്കൂടെ?
അതോ ഇനി അതിനു വേണ്ടി രുദ്രൻ അലീനയും ഫ്രണ്ട്സിനെയും നമുക്കെതിരെ ഉപയോഗിച്ചതാണോ? ഇത്രയും ഷാർപ്പായിട്ട് കത്തിയെറിയാൻ അതാലും എനിക്ക് കഴിയില്ല. ഇത് ചെയ്ത ആരായാലും നിങ്ങൾ 5 പേരും സൂക്ഷിക്കണം. ഇനിയും ഇതുപോലുള്ള അറ്റാക്ക് ഉണ്ടാവും.